ബംഗളൂരുവിൽ പുതുതായി പി ജിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ ശ്രദ്ധക്ക് നിങ്ങളിപ്പം അവിടെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് എമൗണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് പേപ്പറോ നിങ്ങൾ മേടിച്ച് സൂക്ഷിച്ചു വെക്കുക. മറ്റൊന്നും കൊണ്ടല്ല, പല കുട്ടികളും വിളിച്ച് കംപ്ലയിൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു 10,000 അവിടെ കുടുങ്ങി, എൻ്റെ ഒരു 5,000 രൂപ അവിടെ കുടുങ്ങി, അല്ലെങ്കിൽ ഒരു 20,000 രൂപ ഇവിടെ കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പല കുട്ടികൾക്കും പി ജിയിൽ ജോയിൻ ചെയ്ത് മീൻസ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പി ജിയിൽ നിന്ന് അവർക്ക് ആ പേയ്മെൻറ്റ് തിരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ പലർക്കും ആ ഒരു കോഷൻ ഡെപ്പോസിറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതേ വിഷയം നമുക്കറിയാം, റൂം എഗ്രിമെൻറ്റിലും ഈ ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. റൂം എടുക്കുന്ന സമയത്തും ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഓണർ വിഴുങ്ങാൻ നോക്കും. അതിവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ കഴിയുന്നതും നിങ്ങളൊരു പി ജിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ജോയിൻ ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരുവിധം ഒരുപാട് പി ജിയിൽ പല രീതിയിലും കളവ് നടക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തിൽ ഒരു ചെക്കന്മാരെ സാധനങ്ങൾ കാണാണ്ടായി, അവർ ആ ചെക്കനെ പിടിക്കാൻ ഓടി, പ്രശ്നമായി, പോലീസ് ഇവരെയും പിടിച്ചുകൊണ്ടായി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇഷ്യൂസും നമ്മൾ ബാംഗ്ലൂരിൽ പല ദിവസങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ഈ ഒരു വിഷയമാണ് മെയിൻ. നിങ്ങളൊരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ അഡ്വാൻസോ പി ജിയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു റെസിപ്റ്റ് വാങ്ങി നിങ്ങളെ കയ്യിൽ വെക്കുക, അത് സൂക്ഷിച്ച് വെക്കുക. കാരണം ചിലപ്പോൾ അതില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടാതാവും. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ആ പേയ്മെൻറ്റ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കാൻ നോക്കുക. കാരണം പലരും ഈ കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഇവരെ വിളിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല.